ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു ഐറ്റം തയ്യാറാക്കാനായിട്ട്. അത്രയും വൈറലായി പോയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ബുൾസൈ വെച്ചിട്ടാണ് മയോണൈസ് ഇപ്രാവശ്യം നമ്മൾ തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ പുഴുങ്ങിയ മുട്ടയും ഉരുളക്കിഴങ്ങ് മാത്രം ഉപയോഗിച്ചിട്ടും എല്ലാ രീതിയിലും ചെയ്തെടുത്തിട്ടുണ്ടല്ലേ, കാഷ്യൂനട്ട് ഉപയോഗിച്ചിട്ടും ഒക്കെ. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു മയോണൈസ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഈ ഒരു മയോണൈസിന്. ഇനി ബുൾസൈ വെച്ച് തയ്യാറാക്കിയത് കൊണ്ടാണോ എനിക്കറിയില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണൈസാണ്. എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബുൾസൈ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ ഈ ഒരു മയോണൈസിലേക്ക് ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ബുൾസൈയും തയ്യാറാക്കിയെടുക്കുക കേട്ടോ. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു 1-2 ടീസ്പൂൺ ഇതുപോലെ പാനിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബുൾസൈ ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഈ ബുൾസൈ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു മുട്ട വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പച്ച മുട്ട വെച്ചിട്ടാണല്ലോ മയോണൈസ് സാധാരണ തയ്യാറാക്കാറ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ബുൾസൈ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഉണ്ണി വെന്ത് കിട്ടുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ സ്പോട്ടിൽ ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് വേവിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇതുപോലെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ ആ ഉണ്ണി കൂടെ വേവിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുത് തന്നെ എടുത്തോളൂ, കാരണം ഇതിനനുസരിച്ച് നമുക്ക് തിക്നെസ് ഉണ്ടാവുള്ളൂ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഓയിൽ കൂടുതൽ ചേർക്കേണ്ടി വരും. ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലാക്സ് ആണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുരുമുളക് ചേർക്കുന്നവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒലീവ് ഓയിലാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കത് 2-3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഓയിൽ എത്രത്തോളം ചേർക്കുന്നു അതിനനുസരിച്ചിട്ട് ഇത് തിക്നെസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുമല്ല, എത്രത്തോളം മയോണൈസിന് നമുക്ക് കട്ടി വേണമെന്ന് അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചില്ലി ഫ്ലാക്സ് ഉപയോഗിച്ചിട്ടുള്ള മയോണൈസ് നമ്മൾ തയ്യാറാക്കുമ്പോൾ. നമ്മൾ മുളക് പൊടിയൊക്കെ ഉപയോഗിക്കുന്നതിലേറെ ടേസ്റ്റ് ഈ ഒരു ചില്ലി ഫ്ലാക്സ് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ആ ഒരു വൈറൽ മയോണൈസ് നമ്മളും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ ഇത് തയ്യാറാക്കുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.